ബിഗ് ബോസ് മലയാളം സീസൺ 8 എപ്പോഴാണ്? ജൂൺ ജൂലൈ. അതെ, ജൂൺ ജൂലൈയിലേക്ക് നമ്മുടെ സീസൺ ഓഫ് 8 ബിഗ് ബോസ് മലയാളം വരാൻ പോവുകയാണോ? ഓഡീഷൻസ് എപ്പോൾ തുടങ്ങും? മാർച്ചിലും ഏപ്രിലും ഒക്കെയാണ് ബിഗ് ബോസ് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഉടനെ ഒന്നും ബിഗ് ബോസ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനം ആയിരിക്കുകയാണ്. ഓഡീഷൻസ് എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നതെന്ന് ഒരു തീരുമാനമായി. ഒത്തിരി പേരാണ് ഡെയിലി കമന്റ്സിലൂടെയും മെസ്സേജസിലൂടെയും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എപ്പോഴാണ് തുടങ്ങുന്നത്, മലയാളം സീസൺ പുതുതായിട്ട് എപ്പോൾ വരും. ഒരു ബിഗ് ബോസും ഇല്ല കാണാനായിട്ട്. ബിഗ് ബോസുമായിട്ട് സമാനമുള്ള ഒരു റിയാലിറ്റി ഷോയും ഇല്ല. നമ്മുടെ ബിഗ് ബോസ് എപ്പോൾ വരും? ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ ഉണർവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ആരാധകർ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കും. അടുത്ത ഇപ്പം വേണ്ടല്ലോ, ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. പക്ഷെ ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് ബിഗ് ബോസ് കണ്ട ഫീൽ ഇല്ല. കാരണം ചന്ത വർത്താനങ്ങളും പുഴുത്ത സംസാരങ്ങളും കേട്ട് കേട്ട് ആൾക്കാർ മടുത്തിരിക്കുകയാണ്. അപ്പൊ പുതിയൊരു ഫ്രഷ് ബിഗ് ബോസ് എല്ലാവരും കാണാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ ബിഗ് ബോസിന്റെ ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കറിയാം, നോർമലി നമ്മുടെ എല്ലാ വർഷവും മലയാളം ബിഗ് ബോസ് മാർച്ച് ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രമായിരുന്നു ഓഗസ്റ്റിലോട്ട് തള്ളി നീക്കപ്പെട്ടത്. ഇത്തവണ അറിയാനായിട്ട് പറ്റുന്നത് ജൂൺ ജൂലൈ അങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി ബിഗ് ബോസ്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ബിഗ് ബോസ് വരാനായിട്ട് പോകുന്നത്. മേ ബി കഴിഞ്ഞ വർഷത്തെ പോലെ ആഗസ്റ്റിലോട്ടും ഷിഫ്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാലും ജൂൺ മുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിനു മുമ്പുള്ള എല്ലാ പ്രതീക്ഷകളും എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ വെട്ടി ദൂരേക്ക് മാറ്റി നീക്കി വെക്കുക. കാരണം ഇപ്പൊ മാർച്ചാണ്. മാർച്ചിലോ ഏപ്രിലോ മെയ്യിലോ ഒന്നും തന്നെ ബിഗ് ബോസ് ഉണ്ടായിരിക്കുകയില്ല. ജൂൺ മുതൽ അങ്ങോട്ട് നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രതീക്ഷിക്കാം. കാരണം അറിയാൻ പറ്റിയതനുസരിച്ച് ഇതുവരെയും ഓഡീഷൻ പ്രൊസീജിയേഴ്സ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈവൻ വലിയ വലിയ സെലിബ്രിറ്റീസിനൊക്കെ ചിലപ്പോൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. അവർ നേരത്തെ കുട്ടിയൊക്കെ ലോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷേ ബിഗ് ബോസിന്റെ ഒരു പരിപാടീസും നിലവിൽ നോർമൽ ഓഡീഷൻസ് ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അറിയുന്നത്. നമുക്കറിയാം, ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരു 2-2.5 മാസം എങ്കിലും കുറഞ്ഞത് വേണം ഇതെല്ലാം കംപ്ലീറ്റ് ആയി വരാനായിട്ട്. അപ്പം ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് പകുതിയോട് കൂടിയാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഏതാണ്ട് ഏപ്രിൽ പകുതിയോടെയൊക്കെ ആയിക്കഴിഞ്ഞാലും ഏപ്രിലും മെയ്യൊക്കെ കഴിയണ്ടേ. ഓഡീഷനൊക്കെ ഏതാണ്ട് ഫൈനൽ ആവുന്ന ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ലോഗോയൊക്കെ പുറത്ത് വരുന്നത്. നമുക്ക് തന്നെ നല്ലോണം അറിയാം. അപ്പൊ ലോഗോയൊക്കെ ചിലപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ ലാലേട്ടന്റെ ബർത്ത്ഡേയിലും May 20 21 ഒക്കെ വരും, കഴിഞ്ഞ വർഷത്തെ പോലെ. അപ്പൊ നിലവിൽ നിങ്ങൾ ആരും ഇപ്പൊ ബിഗ് ബോസ് വരും, ഈ ബിഗ് ബോസിന്റെ ലോഗോ എപ്പോഴാണ് വരുന്നത്, കണ്ണ് എപ്പോഴാണ് വരുന്നത്, കുറെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ജൂൺ മുതൽ അങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നടക്കാൻ പോകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ജൂലൈയിലോ ജൂൺ ലാസ്റ്റോ അങ്ങനെ ടച്ച് ചെയ്തായിരിക്കും നിൽക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് വരെ തള്ളിക്കൊണ്ട് പോകാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഓണത്തിന് മുമ്പ് ഒന്ന് തീർത്ത് കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു. കാരണം ഓണവും ആഘോഷിക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസിനകത്ത് കിടന്ന് ആകെ മൊത്തം അവിടെയും നമുക്ക് ഓണവില്ലും അവിടെയും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തവണ നേരത്തെ ജൂൺ സീസൺ 1 ഒക്കെ നടന്ന പോലെ ജൂൺ ആ ഒരു ടൈം ആണെങ്കിൽ പിന്നെയും നമ്മൾ സഹിക്കും. ഈ ഓഗസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു റഷ് ടൈമാണ് സത്യം പറഞ്ഞ ഓഗസ്റ്റ്. നമുക്ക് കല്യാണ മാസം, പിന്നെ നമുക്ക് തന്നെ അറിയാലോ, ഓണം, കല്യാണം, ഇതൊക്കെ നടക്കുന്ന നമുക്ക് ഒരു പരിപാടീസിനോ ഒന്നിനും അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല. സ്കൂൾ പിള്ളേർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ജൂണിലാണെങ്കിലും കാണാൻ പറ്റത്തില്ല. എന്നാലും ഇപ്പൊ നമുക്ക് അത് പറയാനേ നിവൃത്തിയുള്ളൂ മക്കളെ. കാരണം ഏപ്രിലോ മെയ്യിലോ ഒന്നും എന്തായാലും തുടങ്ങൂല. അപ്പൊ പിന്നെ ജൂൺ മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ള, ജൂണിലെങ്കിലും തുടങ്ങട്ടെ എന്ന് പറയാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള. എന്തായാലും ഓഗസ്റ്റിലോട്ട് നീണ്ടു പോവാതിരിക്കട്ടെ. ഓഡീഷൻസ് ഒക്കെ അടുത്ത മാസം പകുതിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന അറിയുന്നു. ആരൊക്കെയാണ് വരേണ്ടത്, നിങ്ങൾക്ക് ആരുടെയൊക്കെ പേരുകളാണ് സജസ്റ്റ് ചെയ്യാനുള്ളതെന്നൊക്കെ ഉള്ളത് മസ്റ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതൊക്കെ മേക്കേഴ്സ് കാണട്ടെ. ഒരു സൂപ്പർ ബിഗ് ബോസ്, നമുക്ക് തീമോ കോപ്പോ മറ്റതോ മറിച്ചതോ ഒന്നും വേണ്ട. നമ്മുടെ പണ്ടത്തെ ക്ലാസിക് ബിഗ് ബോസ്, ഒരു നോർമൽ ബിഗ് ബോസ്, ഓരോരോ കാറ്റഗറിയിൽ നിന്ന് നല്ല നല്ല ഉശിരുള്ള സീസൺ 1 പോലത്തെയും 4 പോലത്തെയും ഒക്കെ ഈക്വൽ ഡോമിനൻസ് ഉള്ള കണ്ടസ്റ്റൻസ് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ബോക്സിൽ പറയുക. ബിഗ് ബോസിന്റെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഒത്തിരി പേര് സന്തോഷമുണ്ട്. നിങ്ങൾ ബിഗ് ബോസിന്റെ പേരിലെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടല്ലോ. ബിഗ് ബോസ് വരാറാവുമ്പോഴെങ്കിലും അൻസിഫെ എന്തെങ്കിലും ഒരു കാര്യം പറയൂ. ഇപ്പൊ കുറെ എണ്ണം വരും, നീ ആരടാ, ബിഗ് ബോസ് ആരടാ എന്ന് ചോദിച്ചാൽ ഞാൻ ആരുമല്ല, ഞാനൊരു പ്രേക്ഷകനാണ്. അറിഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ജൂൺ ജൂലൈ ആ ഒരു ടൈമിലായിരിക്കും ബിഗ് ബോസ് വരാനായിട്ടുള്ള സാധ്യത.
അപ്പം ബിഗ് ബോസിന്റെ ഓഡീഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമുക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാനുള്ള നിങ്ങൾ എന്താണോ അവിടെ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓഡീഷൻസിലൊക്കെ നല്ല രീതിയിൽ ഉള്ള സ്കോറിംഗ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നവർക്കും ബിഗ് ബോസ് ആരെങ്കിലും ഒക്കെ സെലിബ്രിറ്റീസിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടും. സോ നമുക്ക് കാത്തിരിക്കാം ഒരു മെയ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ലോഗോ ലോഞ്ചിന് വേണ്ടി. അതിന് മുന്നേ ഓഡീഷൻ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ അറിയുന്ന മുറയ്ക്ക് നിങ്ങൾ അറിയിക്കാം. സോ ഇത്രയാണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യണം, എൻ്റെ ഇൻസ്റ്റ FB ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.